ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ അനുഭവക്കുറിപ്പാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അതിനും കൂടെ ബലവത്താക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. റിസൾട്ട് ലഭിച്ച, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ ഒരു കൃത്യമായിട്ടുള്ള അനുഭവം കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളെ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെയുള്ള കർഷകരെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുകയും ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ആദ്യമായി തന്നെ ഓരോരുത്തർക്കും മുന്നിലേക്ക് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും കമ്പനിയെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇതൊരു 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 22ലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെ ഏറ്റവും കൂടുതലായി ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ബയോഫിറ്റ് എന്ന ഒരു ക്രൈറ്റീരിയയിൽ അറിയപ്പെടുന്ന ജൈവ വളങ്ങളായിട്ടുള്ള NPK, ഷേത്ത്, സ്റ്റിംറിച്ച് എന്ന് പറയുന്നവ. നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ ഏത് കോണുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ വ്യക്തികളും ഓർഗാനിക് കാർഷിക രംഗത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിലെ നമ്പർ 1 കാർഷിക രാഷ്ട്രങ്ങളാകുന്നു എന്നതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഗ്രികൾച്ചറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറാണ്. ചുരുങ്ങിയ സമയം മാത്രമാണ് അവിടെ അഗ്രികൾച്ചറിൽ യോഗ്യമായ കാലാവസ്ഥ എങ്കിൽ പോലും ഒരു ടെറസിന്റെ മുകളിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് ഓരോ കർഷകരും മാറുവാൻ വേണ്ടി ആ രാജ്യങ്ങളിലെ വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ മെത്തേഡ്സ് ആണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിപ്പ് ഇറിഗേഷൻ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് ഇറിഗേഷൻ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോളിയാർ, അതുപോലെ തന്നെ പോളി ഹൗസ്, അതുപോലെ തന്നെ നാനോ ബയോ ടെക്നോളജി ഒക്കെ ഇന്ന് ഇന്ത്യയിലേക്കല്ല ലോകത്തിലേക്ക് വരെ ആവിർഭവിച്ചിട്ടുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രത്തിൽ നിന്നുമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ളത്. അവർ അഗ്രികൾച്ചർ മാത്രമല്ല, അവര് ഒരു പരിധിവരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ടെക്നോളജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ അപ്ലൈ ചെയ്യുന്നവരുമാണ്. പക്ഷെ നമ്മളൊക്കെ ടെക്നോളജിയെ ചിലപ്പോൾ ഒരുപക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നുണ്ടാവില്ല. അപ്പോഴാണ് അവിടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അവരെ പോലുള്ളവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലും സിക്കിമിലും പൂനെയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റോട് കൂടി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 23ലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിലുപരി ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം ആ കമ്പനിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എന്തൊക്കെയാണ് ആ കമ്പനി വരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ നമ്മുടെ അജയ് ബയോടെക് എന്ന് പറയുന്ന ഇന്ത്യയിൽ 1990 സ്ഥാപിതമായ ഓർഗാനിക് ഫാമിംഗ് രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന, ഒരുപക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിക്കിം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നമുക്ക് നോക്കുവാണെങ്കിൽ, സിക്കിം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നോക്കുവാണെങ്കിൽ ആ സംസ്ഥാനം ഇന്ന് പൂർണ്ണമായിട്ടും ഓർഗാനിക് സംസ്ഥാനമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ ഓർഗാനിക് സംസ്ഥാനമായി നമ്മുടെ പ്രധാനമന്ത്രി അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന 60% വരുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറും ഉപയോഗിക്കുന്നത് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ആ ഒരു ഡിവിഷനിൽ വരുന്ന അജയ് ബയോടെക് എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നെറ്റ്സർഫ് എന്റർടൈൻമെന്റ്. ഇന്ത്യയിൽ തന്നെ എന്റർടൈൻമെന്റിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ നെറ്റ്സർഫ് റിസർച്ച് ലാബ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിൽ 65,000-ലധികം ക്രോപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 65,000-ലധികം വരുന്ന ക്രോപ്പുകൾക്കും ടെസ്റ്റ് ചെയ്ത് റിസർച്ച് ലാബിലൂടെ റിസൾട്ട് കണ്ടെത്തിയതിന് ശേഷമാണ് ഓരോ കർഷകരിലേക്കും എത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിലും അതോടൊപ്പം തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടോട് കൂടിയുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്, അതായത് റിസർച്ച് ലാബിൽ പരിശോധിച്ച ശേഷമാണ് ഇത് ഓരോ പ്രൊഡക്റ്റും കമ്പനി പുറത്തേക്ക് ഇറക്കുന്നത്. മൈലാബ്,
നമുക്കറിയാം ഈ മൈലാബ് എന്ന് പറയുന്നത് കേൾക്കാത്ത ഒരു വളരെ വിരളമായിരിക്കും. കാരണം 2019 കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് പോലും രൂപീകൃതമായത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയത് അത് ചൈനയിൽ നിന്ന് തന്നെയായിരുന്നു. 5000 മുതൽ 7000 രൂപ വരെ ചെലവ് വരുന്ന ടെസ്റ്റിംഗ് കിറ്റിനെ 1000-ൽ താഴെ 500 രൂപയിലേക്കും 250 രൂപയിലേക്കുമുള്ള ചെലവിലേക്ക് ഒരു സാധാരണക്കാരന് യോഗ്യമായ രീതിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ നമ്പർ 1 ലാബ് ഇന്ത്യൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്തരത്തിൽ മൈലാബിന്റെ അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും അതുപോലെ തന്നെ അഭിനന്ദനാർഹവും തന്നെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വൂഹു എന്ന് പറയുന്ന ഡയറി ആൻഡ് ഫുഡ് ആൻഡ് ബീവറേജിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. അതുപോലെ ഗ്രിൻ വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടി ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. നെറ്റ്സർഫ് എന്ന് പറയുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അഭിമാനിക്കാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ US-ലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം പറയാൻ വേണ്ടി സാധിക്കും, അത് അമേരിക്കയാണ്. ആ അമേരിക്കയിലെ ആ US-ന്റെ ഗ്രേഡ് 1 കൂടി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെയാണ് റെക്കഗ്നീഷൻ ബൈ ദ നാഷണൽ ടോപ്പ് മീഡിയ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മീഡിയാസ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ഫോർബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പോകാം. നമ്മളിവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല നിറത്തിലും പല രൂപത്തിലും ഭാവത്തിലുമുള്ള ബോട്ടിൽസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആദ്യമായി തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് 30 വർഷം മുന്നേയുള്ള മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ, മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇന്നെന്താ മണ്ണിന് ഘടനയില്ലേ എന്ന് ചോദിക്കും. ഒരുപക്ഷെ 1970 കാലഘട്ടങ്ങളിലാണ് നമുക്ക് രാസവള പ്രയോഗത്തിന്റെ അതിപ്രസരം ഇന്ത്യയിലേക്ക് കയറി വരുന്നത്. 1970 അതിനുശേഷം 15 വർഷത്തിന് ശേഷം കെമിക്കലിന്റെ അതിപ്രസരവും ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ മണ്ണിന്റെ ഘടന മാറി. നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം ഉണ്ടാകുവാൻ വേണ്ടി തുടങ്ങി. സൂക്ഷ്മ ജീവികൾ ഇല്ലാതാകുവാൻ വേണ്ടി തുടങ്ങി. മണ്ണിരകൾ ഇല്ലാതാവാൻ വേണ്ടി തുടങ്ങി. മണ്ണിന്റെ pH ലെവൽ മാറ്റം വരുവാൻ വേണ്ടി തുടങ്ങി. അവയൊക്കെ ആ ഒരു സമയത്ത് ഉപയോഗിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാർഷിക മേഖല ഒരു പരിധിവരെ ആൾക്കാർ മടുത്തുപോയി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. 25% മുതൽ 45% വരെ ലേബർ കോസ്റ്റ് കുറക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് 25% മുതൽ 50% വരെ നമ്മുടെ വരുമാനം, നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണിത്. കാരണം ഒരു സോപ്പർ ഉണ്ടെങ്കിൽ, ഒരു സഞ്ചി ഉണ്ടെങ്കിൽ, ഒരു ഏക്കർ തോട്ടത്തിലേക്ക് പോയി അപ്ലൈ ചെയ്തു വരാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനൂതന സാങ്കേതിക വിദ്യയിലേക്ക് നമ്മുടെ കാർഷിക രംഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നോക്കാം. അത് സസ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബയോഫിറ്റ് അഗ്രികെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ബൈ ഓർഗാനിക് അഗ്രികൾച്ചർ ഗ്രൂപ്പ് R&D സെന്റർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. DSIR-ന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ലോകത്തിലെ തന്നെ ജൈവ കാർഷിക രാഷ്ട്രങ്ങളുടെ സംഘടനയുടെ ഒരു സർട്ടിഫൈയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. കുറെ നാഷണൽ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ISO GMP സർട്ടിഫൈഡ് കമ്പനിയാണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻസോട് കൂടി നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു.
നമുക്ക് നോക്കാം ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിലാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, മിനറൽസ്, വാട്ടർ, ലൈറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിന് അവശ്യ ഘടകങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെ ഇതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും, ലോകത്തിന്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും ഒരു സസ്യത്തിന് ആവശ്യമായത് 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് ലോകത്തിന്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ്. ഇവയൊക്കെ ഇന്ന് മണ്ണിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും ഉള്ളതിനെ തികച്ചും നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മണ്ണിലും സസ്യങ്ങളിലേക്കും ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉണ്ട്, പെസ്റ്റിന്റെയും ഇൻസെക്റ്റിന്റെയും അറ്റാക്ക് ഉണ്ട്, ഡിസീസസ് ഉണ്ട്, വൈറസിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയൽ ഡിസീസസ് ഉണ്ട്, ഓവർഡോസ്, വാട്ടറിന്റെയും ഫെർട്ടിലൈസറിന്റെയും കെമിക്കലിന്റെയും ഓവർഡോസസ് ഉണ്ട്. അവയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ആ മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തി സസ്യങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പവറിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകമാണ് പ്ലാന്റ് ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സസ്യത്തിനെ മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1 പ്രധാന മൂലകങ്ങൾ, 2 ഉപപ്രധാന മൂലകങ്ങൾ, 3 സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാന മൂലകങ്ങൾ വരുന്ന അതാണ് നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, യൂറിയ, മഷൂറി, പൊട്ടാഷ്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ ഉപപ്രധാന മൂലകങ്ങൾ മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളാണ് അയേൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയ 14 എസെൻഷ്യൽ പ്ലാന്റ് ന്യൂട്രിയൻസ് കൃത്യമായിട്ട് സസ്യത്തിന് എത്തിക്കുമ്പോഴാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതിന് കൂടുതൽ ഈൽഡ് തരുന്നത്, അത് കൂടുതലായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു സസ്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ പോലെ, ഒരു മൃഗത്തെ പോലെ നമ്മൾ അതിനെ കൃത്യമായി കണ്ടു കഴിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലാണ് അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ടുള്ള റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്ന അസിറ്റോബാക്ടർ ബാക്ടീരിയയും അതോടൊപ്പം ഹൈലി എഫക്റ്റീവ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫോർമുലേഷൻ CFU 1 ml × 1012 എന്നാണ് പറയുന്നത്. ഈ പറയുന്ന നാനോ ടെക്നോളജിയിൽ അടങ്ങിയിരിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങൾ എടുത്തു കഴിഞ്ഞാലും 12 ഈ ഒരു ഈസ്റ്റുവിൽ വരുന്ന 1 ml × 10 = 12 എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതലായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് സസ്യങ്ങൾക്കുള്ള ആവശ്യമായ ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇന്ന് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ്. നൈട്രജനെ സ്വന്തമായി സ്വീകരിക്കാനുള്ള ഒരു കഴിവ് സസ്യത്തിനില്ല. പക്ഷെ ആ നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് സ്വീകരിക്കാനുള്ള ബാക്ടീരിയകളാണ്, മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ് നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ആ ബാക്ടീരിയൽ ത്രൂ നൈട്രജന്റെ പ്രോബ്ലംസ് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സസ്യത്തിൽ നിന്നും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാ സസ്യങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്കുള്ളത് തന്നെയുള്ള പ്രതിരോധ ശേഷികൾ സസ്യങ്ങൾക്കുമുണ്ട്. ആ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. നാച്ചുറൽ ആയിട്ട്, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ട്, പ്രകൃതിദത്തമായിട്ട് നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിൽ നമുക്ക് അതിനെ സാധിക്കുമ്പോഴാണ് അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ പയറ് ചെടി, നമ്മൾ നോക്കുകയാണെങ്കിൽ പയറ് ചെടി അടിയിൽ ഒരു കുമിള പോലെ നമ്മൾ കാണാറുണ്ട് വേരിൽ. അത് നൈട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും.
അത്തരത്തിൽ മണ്ണിൽ അതുപോലെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു, നൈട്രേറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ നമ്മുടെ മണ്ണിലെ ബാക്ടീരിയകൾ, മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിലൂടെ സസ്യത്തിനുണ്ടാകേണ്ട മൂലകങ്ങളുടെ ഡെഫിഷ്യൻസിയും അതോടൊപ്പം തന്നെ അതിലൂടെ ഉണ്ടാകേണ്ട വരുമാന വർധനവും ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമ്മുടെ ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. തികച്ചും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇൻക്രീസസ് NPK അവൈലബിൾ ടു ക്രോപ്പ്. ഒരുപക്ഷെ നമ്മൾ രാസവളം, നമ്മൾ യൂറിയ, മഷൂറി, രാസ്ഫോസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ്? അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കൃത്രിമമായിട്ട് നമ്മൾ ശ്വാസം കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിലേക്ക് നാച്ചുറലായിട്ട്, പ്രകൃതിദത്തമായിട്ട് അതിന് വായുസഞ്ചാരവും അതിന്റെ ഘടനയും മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിസൾട്ട് ഉണ്ടാവും. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു ബാക്ടീരിയൽ ബേസ് ആണ്. 1 ml ഈസ് ഈക്വൽ ടു 10 കോടിയിലധികം വരുന്ന ബാക്ടീരിയ അടങ്ങിയ നാനോ ടെക്നോളജിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് മണ്ണിൽ കിടന്ന് മൾട്ടിപ്പിൾ ചെയ്ത് മണ്ണിൽ കിടന്ന് മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് NPK. അസിറ്റോബാക്ടർ ബാക്ടീരിയ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് NPK എന്ന് പറയുന്നത്. സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഒരു ഘടകമാണ് വളപ്രയോഗം. ഇന്ന് നമ്മൾ സസ്യത്തിന് ആവശ്യമായ വളപ്രയോഗത്തിന് വേണ്ടി പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്യാറുണ്ട്. ചാണകവളം കൊടുക്കാറുണ്ട്, ജൈവവളങ്ങൾ കൊടുക്കാറുണ്ട്, ആട്ടിൻകാട്ടം കൊടുക്കാറുണ്ട്, കോഴിവളങ്ങൾ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, പലതരത്തിലുള്ള വളപ്രയോഗം നമ്മൾ ഇന്ന് ചെയ്യാറുണ്ട്. പക്ഷേ 1 ലിറ്റർ ബോട്ടിലേക്ക് 5 ടണ്ണ് കാലിവളത്തിന് അനുസൃതമായ ബാക്ടീരിയകളുടെ മിശ്രിതമായ സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിശ്രിതമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നം. 50 കിലോയുടെ 100 ചാക്ക് നമ്മുടെ പറമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എത്ര ലേബർ കോസ്റ്റ് നമുക്ക് ചിലവാകും? ആ ലേബർ കോസ്റ്റ് വെറും ഒരു കുപ്പിയിലേക്ക് ഒരു കയ്യിൽ പിടിച്ചിട്ട് പോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇന്ന് നമുക്ക് ഈ പറഞ്ഞ നാനോ ബയോ ടെക്നോളജിയിലൂടെ വരുമ്പോൾ ഷേത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഷേത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും. മണ്ണിരകളുടെ പ്രത്യേകത നമുക്കറിയാം അല്ലെ. മണ്ണിരകൾ എന്ന് പറയുന്നത് ഇന്ന് കർഷകന്റെ മിത്രമാണ്. മണ്ണിരകൾ താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ച് മണ്ണിന് വായു പ്രതിനിധാനം ചെയ്യുന്ന കർഷകന്റെ മിത്രമാണ്. മണ്ണിരയെ നമുക്ക് 2 കഷണമാക്കി മാറ്റി കഴിഞ്ഞാൽ 2 കഷണവും ജീവിച്ച് മണ്ണിൽ ഫലഭൂയിഷ്ഠമാക്കുന്നതിന് വേണ്ടി മണ്ണിന്റെ വായു സഞ്ചാരം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കർഷകന്റെ മിത്രമാണ് മണ്ണിരകൾ എന്ന് പറയുന്നത്. ആ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൃത്രിമമായി ഉണ്ടാക്കും എന്നുള്ളതല്ല, മറിച്ച് സസ്യത്തിനെ ഇന്ന് മണ്ണിരകൾ പഴയ പോലെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമിതമായ രാസത്തിന്റെയും കീടനാശിനിന്റെ ഉപയോഗം മൂലം മണ്ണിരകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ മണ്ണിരകൾ താഴോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിരകളെ തിരിച്ചെടുത്തുകൊണ്ട് ആ മണ്ണിരകളെ മണ്ണിരകൾക്ക് ജീവിക്കാൻ ആവാസയോഗ്യമായ മണ്ണിന്റെ പ്രതലത്തെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഷേത്ത് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. കുമ്മായം ഉപയോഗിക്കേണ്ട. കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ്. കക്ക നീറ്റുമ്പോൾ കിട്ടുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ് കുമ്മായം എന്ന് പറയുന്നത്. ആ കുമ്മായത്തിന് പകരമായി നമ്മുടെ ഷേത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. 1 കിലോ കുമ്മായം ഇടണമെങ്കിൽ നമുക്ക് ഏകദേശം 10 മുതൽ 20 രൂപ വരെ നമ്മൾ മുടക്കണം. ഇപ്പോ അതും ന്യൂട്രിയൻസ് വാല്യൂ കുറഞ്ഞ ഇന്ന് ട്രാക്ക് വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുമ്മായങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മണ്ണിന്റെ പ്രതലത്തെ കൃത്യമായി 6.5 to 7.5 എന്ന pH ലെവലിലേക്ക് കൺട്രോൾ ചെയ്ത് മണ്ണിന്റെ പോഷകങ്ങൾ അല്ലെങ്കിൽ മണ്ണിലുള്ള പോഷകങ്ങൾ സസ്യത്തിന് വെളിച്ചെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ സാധ്യമാകുന്നു. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട വളങ്ങൾ ഈ വർഷവും മണ്ണിന്റെ പ്രതലത്തിൽ നമ്മൾ ചിലപ്പോൾ പണിയെടുക്കുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ്? ദഹനം മണ്ണിൽ നടക്കുന്നില്ല. മണ്ണിൽ ദഹനം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ഇല്ല എന്നതാണ്. മണ്ണിൽ ദഹനം നടന്നു കഴിഞ്ഞാലാണ് ഈ മൂലകങ്ങളെല്ലാം സസ്യങ്ങൾക്ക്, ഈ പോഷകങ്ങൾ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ മണ്ണിന്റെ ദഹനങ്ങൾ നടക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. മണ്ണിന്റെ കാർബൺ ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ലോഡഡ് വിത്ത് ബയോ സ്റ്റിമുലൻസ് ലോഡഡ് ചെയ്ത ഒരു ഉൽപ്പന്നമാണ്.
nutrients in available form for faster results, compatible for all biofit products. അതുപോലെ തന്നെ കാർബൺ ലെവലിനെ ഇംപ്രൂവ്, ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ പ്രോപ്പർട്ടിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, സോയിൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, ബയോ വയബിലിറ്റി ഓഫ് മൈക്രോ മാക്രോ ന്യൂട്രിയൻസിന്റെ ബയോ വയബിലിറ്റി കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം, പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് മനുഷ്യർക്കുള്ള പ്രതിരോധ ശേഷി പോലെ തന്നെ സസ്യങ്ങൾക്കും പ്രതിരോധ ശേഷിയുണ്ട്. ഉദാഹരണം നോക്കിയാൽ മരച്ചീനി എടുത്തു നോക്കിയാൽ കപ്പ നമുക്കറിയാൻ വേണ്ടി സാധിക്കും അല്ലെ. മരച്ചീനി എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ മരച്ചീനിക്ക് ഒരു പ്രതിരോധ ശേഷിയുണ്ട്. എന്താണ്? മരച്ചീനി പൊട്ടിച്ചു കഴിഞ്ഞാൽ കയ്പ് രസം ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ആ കയ്പ് രസം ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ ഒരു പ്രതിരോധ ശേഷിയാണ്. ആ പ്രതിരോധ ശേഷി ഉള്ള സസ്യങ്ങൾക്ക് പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മണ്ണിന്റെ ഘടന മാറുമ്പോൾ, മണ്ണ് ഫലഭൂയിഷ്ടമാകുമ്പോൾ, സസ്യത്തിന് ആവശ്യമായ വേരോട്ടം നടക്കുമ്പോൾ, സസ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ പ്രതിരോധ ശേഷിയെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതാണ് ക്ഷയത്തിന്റെ ഏറ്റവും വലിയ ഘടകം. ക്ഷയത്തിന് നമുക്കറിയാം 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ NPK കൂടെയും ക്ഷയത്തിന്റെ കൂടെയും നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഡ്രെഞ്ച് ചെയ്ത് മണ്ണിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് ക്ഷേത്ത് ഉപയോഗിച്ച് കിട്ടിയ ചെറിയൊരു റിസൾട്ട് കുറച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് മണ്ണിരകളാണ്. बैटरी നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയകാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. വലിയ ഈ ഒരു മണ്ണിരകൾ കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിരകൾ ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അത്രയും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഓർഗാനിക്കായി മണ്ണിനെ സംരക്ഷിക്കുന്നവയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെന്റ്. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ ഒരു റിസൾട്ടിന്റെ വീഡിയോസ് ആണ് നമ്മളിവിടെ കണ്ടത്. കാരണം നമ്മൾ പലതരത്തിലുള്ള വളപ്രയോഗം ചെയ്യുമ്പോഴും നമ്മുടെ മണ്ണിരകളിൽ ഉണ്ടാകുന്ന ഭാവവ്യത്യാസവും അവർക്കുണ്ടാകുന്ന അവരുടെ സന്തുലനാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ ശ്രമിച്ചത്. നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും തന്നെ നമ്മുടെ സസ്യങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ യാതൊരുവിധ പ്രോബ്ലമും ഉണ്ടാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നതാണ്. മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ക്ഷേത്ത് ഉപയോഗിച്ച കുറച്ച് റിസൾട്ടുകളും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളുമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു കാര്യം നമുക്കറിയാം. വാവാ സുരേഷ് എന്ന് പറയുന്ന വലിയൊരു പാമ്പ് പിടുത്തക്കാരൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ പാമ്പ് പിടുത്തക്കാരൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് അവസാനമായിട്ട് പാമ്പ് കടി ഏറ്റിട്ടുണ്ടെന്ന് നമ്മൾ ശ്രവിച്ചിട്ടുണ്ടാവും. അത് ശ്രവിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ മൂർഖൻ പാമ്പിനെ പിന്നെ ചാക്കിലേക്ക് കയറ്റുവാൻ വേണ്ടി 3ഓ 4ഓ തവണ ശ്രമിച്ചിട്ടും കയറാതിരുന്നിട്ട് തിരിഞ്ഞു കൊത്തുകയാണെന്ന് ആ വീഡിയോയിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി തന്നത് മറ്റൊന്നുമല്ല, അത് പഠനത്തിലൂടെ മനസ്സിലായത് അത് പൊട്ടാഷ് ഇട്ട ഒരു ചാക്കായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിനും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ജീവനെ ഹാനികരമാകുന്നു എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു ഘടകങ്ങളൊന്നും ഇല്ലാതെ ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ള ചെറിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ റിസൾട്ടും അതുപോലെ തന്നെ കുമ്മായവും ഡോളോമേറ്റ് ഉപയോഗിച്ചതിന്റെയൊക്കെ റിസൾട്ട് നമ്മൾ കണ്ടത്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു മൂലകങ്ങൾ, അതുപോലെ തന്നെ രണ്ടാമത് വളപ്രയോഗം. മൂലകങ്ങൾക്ക് വേണ്ടി NPK വളപ്രയോഗം, അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങൾക്കൊക്കെ വേണ്ടി മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഷേത്ത് എന്ന പ്രവർത്തനയെ നമ്മൾ പരിചയപ്പെട്ടു. മൂന്നാമതായിട്ടുള്ളതാണ് PGR. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി. നമ്മുടെ സസ്യങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നം 250 ml മുതൽ 500 1 ലിറ്റർ വരെയുള്ള ഘടകങ്ങൾ കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. സ്റ്റിംറിച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് എന്നാണ് ഇത് പറയാം. കാരണം ഇതിന് വേര് മുതൽ കായ വരെയുള്ള ഭാഗങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ സസ്യങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട 2 വേരുകളാണ്. ഒന്ന് കറുത്ത വേര്, ഒന്ന് വെളുത്ത വേര്. അതിൽ തന്നെ കറുത്ത വേരുകളെ തായ് വേരുകൾ അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കുന്ന വേരുകളായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്ന വേരുകളാണ് വെളുത്ത വേരുകൾ എന്ന് പറയുന്നത്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ മണ്ണിന്റെ പോഷകാഹാരങ്ങളെ സസ്യത്തിന് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിലൂടെ സസ്യത്തിന്റെ കാണ്ഡം, സസ്യത്തിന്റെ ഇലകള്, സസ്യത്തിന്റെ കായയുടെ സൈസിനെ ഒക്കെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഈ കവുങ്ങ്, തെങ്ങ് അതുപോലുള്ള വിളകളാണെങ്കിൽ അതിന് ഇലകൾ പോകുന്ന അവിടം വരെ മാത്രമാണ് വേരുകൾ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. മറിച്ച് പ്ലാവ് അതുപോലെ തന്നെ മാവ് പോലുള്ള വലിയ മരങ്ങളാണെങ്കിൽ, വലിയ സസ്യങ്ങളാണെങ്കിൽ അവരുടെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി പോഷകാഹാരങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഘടകമുണ്ട്. പക്ഷെ നമ്മുടെ ഈ കവുങ്ങിന്റെയും അതുപോലെ തന്നെ തെങ്ങിന്റെയും ഒക്കെ പോഷകാഹാരങ്ങളെ, മണ്ണിലുള്ള പോഷകാഹാരങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സ്റ്റിംറിച്ചിന്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് വിത്ത് സംസ്കരണം മുതൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. വിത്ത് സംസ്കരണം എന്ന് പറയുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് വിത്ത് സംസ്കരണം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. ആഡഡ് ഹൈലി പൊട്ടന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. യുണീക്ക് റേഷ്യോ ഓഫ് ദി നാച്ചുറൽ ഫൈറ്റോ ഹോർമോൺസ്, ഹയർ എഫിക്കസി ആൻഡ് എൻഹാൻസ്ഡ് ആക്ടിവിറ്റി, ഇംപ്രൂവ്ഡ് പ്ലാന്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രെസ് റെസിസ്റ്റൻസ്. സ്ട്രെസ്സിനെ പോലും റെസിസ്റ്റൻസ് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഹയർ ഈൽഡ് ഫ്രം ബൂസ്റ്റഡ് ക്രോപ്പ് ഗ്രോത്ത്, റൂട്ട് ടു ഫ്രൂട്ട് ഡെവലപ്മെന്റ്, ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഡോസേജ് 1 ml per 2 ml per ലിറ്റർ എന്നുള്ള രീതിയിലാണ്. പോളിയർ സ്പ്രേ ആൻഡ് ഡ്രെഞ്ചിങ്. നമുക്ക് NPKയുടെ കൂട്ടത്തിൽ സ്റ്റിംറിച്ചിന്റെ ഷേത്തിന്റെ കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തുകൊണ്ടും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് സ്പ്രേ ചെയ്തും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഈ സ്ക്രീനിന്റെ ഇടതുവശത്ത് നമ്മുടെ സ്റ്റിംറിച്ച് ഉപയോഗിക്കാത്തതും വലതുവശത്ത് സ്റ്റിംറിച്ച് ഉപയോഗിച്ചതും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണുന്നത്. സീഡ് ജെർമിനേഷൻ, വിത്ത് സംസ്കരണം ചെയ്യുമ്പോൾ 90 to 92% നമുക്ക് എന്ത് സംഭവിക്കുന്നു, വിത്ത് മുളയ്ക്കുവാൻ വേണ്ടി നമ്മുടെ സ്റ്റിംറിച്ചിലൂടെ സാധിക്കുന്നു. ലീഫ് സ്റ്റേജിൽ നമുക്ക് വെളുത്ത വേരുകളെ അതുപോലെ തന്നെ ലീഫ് സ്റ്റേജിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ നമുക്കിത് സ്റ്റിംറിച്ച് ഉപയോഗിച്ച ഒരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫ്ലവറിങ് സ്റ്റേജിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കായയുടെ സൈസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വാഴക്കൊലകളായിക്കോട്ടെ, ജാതിക്ക ആയിക്കോട്ടെ, കശുവണ്ടി ആയിക്കോട്ടെ, മറ്റ് എല്ലാ വിളകളും ആയിക്കോട്ടെ, തേങ്ങ ആയിക്കോട്ടെ, ഉൾക്കാമ്പ് വർദ്ധിപ്പിക്കുന്നു. ഒരേ സൈസിലുള്ള കായയെ ലഭിക്കുന്നു. താഴെ മുതൽ മുകളിൽ വരെയുള്ള പടലകളിലെല്ലാം തന്നെ ഒരേ സൈസിലുള്ള കായകളെ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഫലം റിസൾട്ടിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്റ്റിംറിച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കമ്പനി പറയുന്നതാണ്. നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റിംറിച്ച് ഉപയോഗിച്ച അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച റിസൾട്ട് ഒന്ന് നമുക്ക് നോക്കാം. 2021 മുതൽ 2023 വരെ ഉപയോഗിച്ച 27 മാസം പ്രായമായ കവുങ്ങ് തൈകളെ കൊലപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിൽ ഉണ്ടായ റിസൾട്ടാണിത്. കുരുമുളകിൽ ഉണ്ടായ റിസൾട്ടാണ്. കുരുമുളകിന്റെ ചരടിന്റെ നീളം, അതിൽ ഉണ്ടായ മണികളുടെ സൈസ്, അവയൊക്കെ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കവുങ്ങിന്റെ മഞ്ഞളിപ്പിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരേ സ്ഥലത്ത്, ഇരിട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരേ സ്ഥലത്ത് തൊട്ടടുത്ത പറമ്പുകളിൽ ഉപയോഗിക്കാത്തതും ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു തോട്ടത്തിന്റെ റിസൾട്ടാണ് മുകളിലും താഴെയുമായിട്ട് നമ്മൾ കാണുന്നത്. ഉപയോഗിക്കാത്തതിന്റെ മഞ്ഞളിപ്പും ഉപയോഗിച്ചതിന്റെ പച്ചപ്പും നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു.
അതുപോലെ തന്നെ ഏലത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴുണ്ടായ ഏലവും ഉപയോഗിച്ച് നമ്മുടെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം കായ്ഫലം ഉണ്ടാകുന്ന ഒരു ഏലത്തിന്റെയും നമുക്ക് ഫോട്ടോ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഇത് ഇന്റീരിയർ ആയിട്ട് ഉപയോഗിച്ച ഒരു ക്രോപ്പിന്റെ ഗ്രോത്ത് ആണ്, പൂച്ചെടികളുടെ ഒരു ഗ്രോത്ത് ആണ്. നമ്മളത് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഉപയോഗിച്ചതിന് ശേഷം വന്ന റിസൾട്ട് ആണ്. ഉപയോഗിക്കുന്നതിന് മുന്നേ അതിനെ താഴെ കാണുവാൻ വേണ്ടി സാധിക്കും നമുക്ക് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ച ഒരു തയ്യെയാണ് ഈ പച്ചപ്പിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. അത് നെൽവയലിലുണ്ടായിരുന്ന റിസൾട്ട് നമുക്ക് കാണാം. മുകളിൽ ഉപയോഗിക്കാത്തതും താഴെ ഉപയോഗിച്ചതുമായിട്ടുള്ള കണകൊട്ടി വളരെ കൃത്യമായിട്ടുള്ള ഇടതൂർന്ന നെൽവയലിൽ നമുക്ക് ഇതിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത് നമ്മുടെ 3 വർഷക്കാലമായിട്ട് ഉദയഗിരിയിലെ അറയ്ക്കൽ ബേബിച്ചേട്ടൻ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിന്റെ ഒരു ചെറിയൊരു പോർഷനാണ്. ഒന്ന് കണ്ടുപോകാം. എനിക്ക് ആകെയുള്ള 40 തെങ്ങുകളാണ്. ആ 40 തെങ്ങുകളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 800-850 തേങ്ങയായിരുന്നു. ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം 1300-1350 തേങ്ങ ഇത് കിട്ടുന്നു. അദ്ദേഹത്തിന് 40 തെങ്ങുകളാണ് ഉണ്ടായിരുന്നത്. 40 തെങ്ങിന്നും 800 തേങ്ങയിൽ നിന്നും 40 തെങ്ങിന്നും 1300 തേങ്ങയിലധികം ലഭിക്കുന്ന രീതിയിലേക്ക് ആ കർഷകനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിച്ചു എന്നതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടി സാധിക്കും, അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് വണ്ടി പോകില്ല. ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിന് വരുന്ന ഭീകരമായ ലേബർ കോസ്റ്റിനെ വളരെ നിസാരമായ ലേബർ കോസ്റ്റിലേക്ക് ചുരുക്കിക്കൊണ്ട് ഒരു ഷോപ്പറിൽ ഇട്ട് കൊണ്ടുപോയിട്ട് വരുന്ന 8 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അതിന്റെ റിസൾട്ട് നേടുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ പങ്കാളിയാവാൻ വേണ്ടി പറ്റിയ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു അതിൽ. അതുപോലെ നമുക്ക് നോക്കാം, ഇത് നമ്മുടെ ഉളിക്കല് 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ജോസ് സാറിന്റെ ഒരു അനുഭവമാണ്. വളം ഉപയോഗിക്കാത്ത ജാതിയാണ്. ഉപയോഗിച്ചത് അപ്പത്തെ കണ്ടത് ഉപയോഗിക്കാത്താണ്. അതിന്റെ വ്യത്യാസം രാവും പകലും പോലത്തെ വ്യത്യാസം മരം തമ്മിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഉപയോഗിക്കാണ്ട് ഉപയോഗിച്ചും വെച്ചിട്ട് ഞാനന്ന് പലപ്പോഴും ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഇത് ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മറ്റുള്ളവർ നിതീഷ് പറഞ്ഞിട്ട് മറ്റുള്ളവർ എന്റെ തോട്ടത്തിലേക്ക് വരുമ്പോ എനിക്ക് കാണിച്ചു കൊടുക്കാൻ അതിന്റെ ഒരു റിസൾട്ട് ഇവിടെ വേണം എന്ന് കാണിച്ചുകൊണ്ട് ആ ജാതിക്ക് ഇതുവരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും അതിനെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഉളിക്കലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ജാതിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ജോസ് സാർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിൽ വളപ്രയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടിയും വളത്തിന് വേണ്ടിയും ഗ്രോത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്ന NPK, ഷേത്ത്, സ്റ്റിംറിച്ച് എന്ന് പറയുന്ന 5 ഉൽപ്പന്നങ്ങൾ. ഈ 5 ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെമിക്കൽ ഉപയോഗിച്ച ഡ്രം, സ്പ്രെയർ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച ബക്കറ്റുകളും നമ്മൾ യൂസ് ചെയ്യരുത്. അത് മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ പുതിയത് വാങ്ങുവാൻ വേണ്ടി നമുക്ക് പ്രാപ്തരല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞള്, കല്ലുപ്പ്, വാളൻപുളി എന്നിവ ഇട്ട് ചൂടുവെള്ളത്തിൽ അത് കൃത്യമായി കഴുകി ഉണക്കിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഇതൊരു ജീവാണുവളമാണ്. ഒരു കാരണവശാലും നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ അതിന് മരണം സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മണ്ണിലേക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മണ്ണിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്ടീരിയ, നിർജീവാവസ്ഥയിലുള്ള ബാക്ടീരിയയെ ജീവനുള്ള അവസ്ഥകളായി മാറ്റണം എന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് കൃത്യമായി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. ഇലകളോ ചപ്പോ ചവറുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗമ്മർ, സ്പ്രെഡർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന BioNanty എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഇലകളുടെ pH ലെവലിനെയും അതുപോലെ തന്നെ ഇലകളുടെ ഇപ്പൊ വാഴ എന്ന് പറയുന്ന ഒരു സസ്യത്തിന് വേണ്ടി നമ്മൾ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് BioNanty യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ പിടിച്ചു നിൽക്കുവാനും, കാരണം വാഴയുടെ ഇലകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വെള്ളം തിരി പോലുള്ള അല്ലെങ്കിൽ വാഴയുടെ ഇലകൾക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എല്ലാം താഴോട്ട് പോകും, അത് കുമിളകളായി താഴോട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെ BioNanty എന്ന് പറയുന്ന ഈ ഒരു മിശ്രിതം സ്പ്രെഡ് ചെയ്ത് അതിന്റെ ഇലകളുടെ അടിയിലേക്ക് പോലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങളെ എവിടേക്ക് വിളിച്ച ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗം. അതുപോലെ തന്നെ ഇന്ന് കാർഷിക മേഖല ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് സക്കിങ് ഇൻസെക്ട്സിന്റെ ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്.
പ്രാണികളുടെ പ്രോബ്ലംസ് ഇന്ന് വളരെ കൂടുതൽ, വെള്ളീച്ചകളുടെ മറ്റുള്ള പ്രാണികളുടെ ഒക്കെ കണ്ണിൽ കാണുന്ന കീടങ്ങളുടെ പുഴുക്കളെ ഒക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡോ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ 10,000 ppm ഉള്ള നീം ഓയിൽ, വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലും ഇതിനെ മിക്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന പ്രാണികൾക്കൊക്കെ ഏറ്റവും നല്ല ഗുണപ്രദമായ ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സസ്യങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഫംഗസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ആ ഫംഗസിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാനോ ബയോ ടെക്നോളജിയിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇതൊരു പ്രിവെന്റീവ് മെഡിസിൻ ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ആവരണം പോലെ അവിടെ കിടക്കുകയും സസ്യത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സസ്യത്തിന്റെ ഫംഗസിന്റെയും ബാക്ടീരിയയിലെയും ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് റാപ്പപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നു. ആ റാപ്പപ്പ് തികച്ചും ഓർഗാനിക് ആണ്. നമ്മുടെ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന അലക്സ് സാർ എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പട്ടി ഈ റാപ്പപ്പ് കലക്കി വെച്ച് വന്ന് കുടിച്ചപ്പോൾ ആ പട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കെമിക്കലിന്റെയും മറ്റുള്ളവയിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജീവജാലങ്ങൾക്കൊന്നും ഒരു പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ, മണ്ണിന്റെ ഘടനയ്ക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ സസ്യങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കേണ്ട 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് 1 ലിറ്റർ എന്ന് പറയുന്നത് 200 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് വീട് മാനേജ്മെന്റ്, അതായത് നമ്മുടെ കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇവയൊക്കെയാണ് നമ്മുടെ കാർഷിക മേഖലയിലുള്ളതെങ്കിലും ഇന്ന് പശുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടി നമുക്കുണ്ട്, CFC പ്ലസ് എന്ന് പറയുന്നത്. വിറ്റമിൻസ്, പ്രോട്ടീൻസ്, എൻസൈംസ്, ഹെർബ്സ്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ 36 വരുന്ന വിറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു മിശ്രിതമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പശുക്കൾക്കും പക്ഷി മൃഗാദികൾക്കും നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പശുക്കൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 10 മുതൽ 15% വരെ പാല് വർദ്ധിക്കുന്നു, പാലിന്റെ കൊഴുപ്പ് വർദ്ധിക്കുന്നു, പാലിന്റെ റീഡിങ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ പശുവിന്റെ ചാണകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മെറ്റബോളിസം തന്നെ ചേഞ്ച് ആവുന്ന ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് ഉപയോഗിച്ച് റിസൾട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് അവർ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ കെമിക്കൽ ഉള്ള പദാർത്ഥങ്ങളിൽ മിക്സ് ചെയ്തിട്ടായിരിക്കാം. ഓക്ക, യൂറിയയും അമോണിയം അടങ്ങിയ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കെമിക്കൽ പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ റിസൾട്ട് ഉണ്ടാകുന്നില്ല. മറിച്ച് തവിടിലോ അല്ലെങ്കിൽ പിണ്ണാക്കിലോ ഒരു 15 ഗ്രാം, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പാല് തരുന്ന ഒരു പശുവിന് 15 ഗ്രാം മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ 15 ദിവസങ്ങൾക്ക് അപ്പുറം നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. വിറ്റമിൻ എ, വിറ്റമിൻ D3, വിറ്റമിൻ ഇ തുടങ്ങിയവയൊക്കെ ശതാവരി, മേത്തി, വിതാരികൺ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പശുക്കളെ നമ്മൾ പണ്ട് വളർത്തിക്കൊണ്ടിരുന്നത് അഴിച്ചുവിട്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വളർത്തുന്നത് പശുക്കളെ തൊഴുത്തിൽ കെട്ടിയിട്ടിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അവരുടെ ന്യൂട്രിയൻസ് അവർ തേടി പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തിട്ടാണ് പശുക്കളോട് പാല് തരുവാൻ വേണ്ടി നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ പശുവിന് ആവശ്യമായ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. പശുക്കൾക്കും കോഴികൾക്കും കുതിരയ്ക്കും ആടിനും എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അത് അതിന്റെ അളവിനും വലിപ്പത്തിനും അനുസരിച്ചാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിഷ് ഫാമിങ്ങിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും 1ാം നമ്പർ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അക്വാ ഫീഡ്, അക്വാ ക്ലിയർ, അക്വാ കൾച്ചർ എന്നിങ്ങനെ 3 ഉൽപ്പന്നങ്ങളെ ഇന്ന് കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ മീനുകൾക്ക് കൃത്യമായിട്ടുള്ള ഓർഗാനിക് ഫീഡ് സപ്ലിമെന്റിന് വേണ്ടി അക്വാ ഫീഡ്, അതുപോലെ തന്നെ ജലത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ, അതുപോലെ തന്നെ മണ്ണിന്റെ pH ലെവൽ പോലെ, ഇലകളുടെ pH ലെവൽ പോലെ ജലത്തിന്റെ pH ലെവലും വളരെ അത്യന്താപേക്ഷിതമാണ്. ആ ജലത്തിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള 3 ഉൽപ്പന്നങ്ങളും കൂടെ നമ്മുടെ മണ്ണിലുള്ള
അല്ലെങ്കിൽ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ, ഓർഗാനിക് കാറ്റിൽ ഫാമിങ്ങിനെ, ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് വലിയൊരു മാറ്റത്തിലേക്കുള്ള വഴി തെളിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ സാധിക്കുന്നു. ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതിനുള്ള വക്താക്കളായി നമുക്ക് മാറാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ശ്രമിച്ച എല്ലാവർക്കും നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സാബു സർ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന കൊല്ലം സ്വദേശിയും കർണാടക ഗുൽബർഗിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സാബു സാറിന്റെ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പോവാം. ഏറെ സ്നേഹപൂർവ്വം സാബു സാറെ ക്ഷണിക്കുന്നു. വെൽക്കം സാബു സാർ. ഈ സാറിന്റെ ഒരു അനുഭവം നമ്മുടെ കർഷകരിലേക്കും അതുപോലെ തന്നെ നെറ്റ്സർഫ് കുടുംബത്തിലേക്കും വിവരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കുറച്ചും കൂടെ സൗണ്ട് ഉണ്ടായാൽ നല്ലത്. ഓക്കെ. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. പറഞ്ഞോളൂ. ഓക്കെ. ഞാന് നെറ്റ്സർഫില് വന്നിട്ട് ഏകദേശം ഒരു 8-9 മാസമായി. വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഞാൻ ഒരു 4-5 മാസം ഞാൻ പഠിക്കുകയായിരുന്നു നെറ്റ്സർഫ് എന്താണ് ഇത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഞാനിപ്പോ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് കർണാടകയിലാണ്, ഗുൽബർഗയിലാണ്. എൻ്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഇത് ഉപയോഗിക്കുക. അതിന് ആദ്യമായി ഞാൻ ഗുൽബർഗയെ തന്നെ ഉപയോഗിച്ചു. എനിക്ക് കുറച്ച് പച്ചക്കറികളും മരച്ചീനികള്, കപ്പയൊക്കെ ഉണ്ടായിരുന്നു, കറിവേപ്പിലകളുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഇടത്തിലൊക്കെ ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പൊ അത് നമ്മള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ നാട്ടിൽ കരുനാഗപ്പള്ളിയിലെ ഞാൻ 2-3 ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ഉപയോഗിക്കുകയും അവർക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു. എൻ്റെ ഒരു ഗ്രൂപ്പിനകത്ത്, എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് സുബൈദ മാഡം എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയുള്ള മാഡം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ രാജശേഖർ സാർ ഉപയോഗിക്കുകയും അങ്ങനെ പല ആൾക്കാർ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അതിനുശേഷമാണ് ഞാൻ ആൾക്കാർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്ന് കഴിഞ്ഞാല് ഇപ്പൊ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാസവളങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം എന്തിനാ കേടാക്കുന്നത്? രാസവളങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം കേടാക്കുന്നതിനേക്കാളി ഓർഗാനിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരി കോസ്റ്റ്ലി ആണ് തോന്നുന്നു. ബട്ട് അത് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലി അല്ല. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഒരു 50 ടൺ കാലിവളം എടുത്ത് ഇറക്കുന്നതിന് തുല്യമായിട്ട് ഒരു ലിറ്റർ നമ്മുടെ NPK കൊണ്ടുപോയാൽ മതി, 3 ലിറ്റർ NPK കൊണ്ടുപോയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആകാൻ കാരണവും പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള കാരണവും. ബട്ട് കൊള്ളാം, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഞാൻ മെയിനായിട്ട് ഞാൻ പച്ചക്കറികൾക്ക് ഉപയോഗിച്ചു, കുറച്ച് തെങ്ങുകൾക്ക് നാട്ടിൽ ഉപയോഗിച്ചു. അതൊക്കെ നല്ല തെങ്ങുകളുടെ റിസൾട്ട് ഒന്നും ഇതുവരെ ആയിട്ടില്ല. ബട്ട് പച്ചക്കറികൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറികൾക്ക് നല്ല വിളകൾ കിട്ടുന്നുണ്ട്. ഹലോ, സാറേ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? അങ്ങനെ മെയിനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. പച്ചക്കറികളുടെ റിസൾട്ടുകളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ തെങ്ങിനൊക്കെ അപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറെ പ്രൊഡക്റ്റുകൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് പറയുന്നത്. അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആൾക്കാർ ഇത് കോസ്റ്റ്ലിയാന്ന് ആൾക്കാർ പറയും. പക്ഷെ അത് നമ്മൾ ഒരു നല്ലൊരു വഴി ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ര കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിൽ രാസവളങ്ങൾ കൊടുത്ത് നമ്മുടെ കിഡ്നിയും നമ്മുടെ മറ്റുള്ള ഇന്റേണൽ ഓർഗൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണം. അത് പോകാതെ നമ്മൾ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻ ഒന്നും പോകില്ല. നല്ല ഫുഡ് കഴിക്കുക, നല്ല വെജിറ്റബിൾ കഴിക്കുക, നമ്മുടെ വീട്ടിലുണ്ടാക്കി. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. രാജസ്ഥാനിൽ ഒരു വീഡിയോ കണ്ടത്. കുക്കുംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളരി, നമ്മുടെ നാട്ടിൽ പറഞ്ഞ വെള്ളരിക്കകത്ത് അവിടെ കെമിക്കൽ അടിച്ചു കയറ്റുകയാണ് അവര്.
അടിച്ചു കയറ്റി അതിന്റെ വലുപ്പങ്ങൾ കൂട്ടി ആ വെള്ളരിയൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലോട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഉത്പാദനം ഇല്ല. ഇപ്പൊ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട് നിന്നാണ് പച്ചക്കറികൾ കൂടുതൽ വരുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന കെമിക്കൽ അടിച്ചു കയറ്റിക്കൊണ്ടാണ് വരുന്നത്. അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന മാറുന്നു. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി എനിക്ക് കേരളക്കാരോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഒരു 10 മൂട് കപ്പ, 10 മൂട് മുളക്, 10 മൂട് വെണ്ട, 10 മൂട് തക്കാളി അതൊക്കെ വെച്ചിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഇതുപോലെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. ഇത് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഒരു 8, 9, 10 ആൾക്കാരുടെ വീട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? അവർക്ക് ആദ്യം ഞാൻ ഷർട്ട് കൊണ്ട് അപ്ലൈ ചെയ്തു, ഞാൻ തന്നെ പോയി ചെയ്തു. അത് കഴിഞ്ഞ് NPK അപ്ലൈ ചെയ്തു, ശ്രമിച്ചും കൊടുത്തിട്ടാ വന്നേ. അപ്പൊ എനിക്കും സന്തോഷം, കാരണം അവിടെ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ മനുഷ്യന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് നിതീഷ് സാറേ ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനകത്ത് നല്ലൊരു റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് പറയുവാൻ, മറ്റുള്ളവർ ഉപയോഗിക്കണമെന്ന് പറയുന്നതിനുള്ള ഒരേ ഒരു കാരണം അതാണ്. നമ്മുടെ ശരീരം നോക്കുക. ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് വെൽത്ത് ഇതാണ് മെയിൻ. ഹെൽത്ത് ഇല്ലെങ്കിൽ വെൽത്ത് ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും സാബു സർ, വളരെയധികം നന്ദി. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളോട് സംസാരിച്ചത്. നമുക്ക് ലേബർ കോസ്റ്റ് തന്നെ വളരെയധികം കുറക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ, നമ്മള് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടേത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ഗുൽബർഗിലെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കാർഷിക മേഖലയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് സാഹചര്യം എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കുകയും അത് അദ്ദേഹം ആദ്യമായി തന്നെ സാമ്പിൾ എടുത്ത് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ഇന്ന് ജനങ്ങൾ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാം എന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് നമ്മുടെ സാബു സാറിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്കിടയിലും ഇന്ന് കുറെ ആൾക്കാർക്ക്, കുറെ കർഷകർക്ക് അദ്ദേഹം ഒരു താങ്ങായി മാറാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം ഉപയോഗിച്ചവർക്കെല്ലാം റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. പച്ചക്കറികളായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, ഏത് വിളകളും ആയിക്കോട്ടെ, ആ വിളകൾക്കൊക്കെ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനം, അല്ലെ? നമ്മള് ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് ലഭിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു ഉൽപ്പന്നങ്ങളുടെ കർഷകരിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ മണ്ണിനെ തിരിച്ചെടുക്കുവാൻ, നമ്മുടെ ആരോഗ്യത്തെ സമ്പദ് സമൃദ്ധമാക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമയായി നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം കഴിഞ്ഞു ഓണത്തിന്റെയൊക്കെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും കഴിഞ്ഞു പോയ ഓണത്തിന്റെ ആശംസകളും അതുപോലെ തന്നെ വരാനുള്ള ദിവസത്തിന്റെ ഏറ്റവും നല്ല സമ്പത്തും സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതോടൊപ്പം നെറ്റ്സർഫ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. അതിനുള്ള സാഹചര്യം സർവശക്തൻ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. സാബു സാർ, ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കാരണം നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി തന്നതിന് വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. വീണ്ടും ബുധനാഴ്ച നമുക്ക് സന്ധിക്കാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, താങ്ക് യു.